ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് കുറേ ട്രേഡൊന്നുമില്ല, പിന്നെ കിട്ടിയ ട്രേഡ് കുറച്ചൊക്കെ SL തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഞാൻ ട്രേഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. SL ഒക്കെ ആദ്യമേ വന്ന സ്ഥിതിക്ക് പിന്നെ ട്രേഡൊക്കെ കുറയ്ക്കുകയും ചെയ്തത്. കൂടുതൽ SL കൊടുപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് നിഫ്റ്റി ലെവലാണ്, നിഫ്റ്റിയുടെ മൂവ്മെൻ്റാണ് ഇത് കാണുന്നത്. അത്യാവശ്യം സൈഡ് വേസാണ്, ടോട്ടൽ സൈഡ് വേസിനാണ് നിഫ്റ്റി മൂവ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ട്രാപ്പിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലോസിലാണ്. ഇത് 22,100 PE ആണ് കേട്ടോ. നമുക്ക് സ്ട്രൈറ്റ് SL തന്നെ അയക്കണത്. രാവിലെ കിട്ടിയ ഫസ്റ്റ് ട്രേഡാണ്. പിന്നെ അതേ സ്ട്രൈക്ക് തന്നെ വേറൊരു ആംഗിളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 10 മണിൻ്റെ മുകളിൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതേ സ്ട്രൈക്ക് തന്നെ നോക്കി വെക്കുക. ഇതിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കി വെക്കുക. ക്യാൻഡിൽസിൻ്റെ ആ ലെവലിൻ്റെ മുകളിലേക്ക് വന്നാലിൻ്റെ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. അതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് നടക്കില്ലേ. നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ ആ ലെവലിൻ്റെ മുകളിലേക്ക് വന്നാലാണ്. നമുക്ക് സെൻസസിലുണ്ടായിരുന്ന ട്രേഡാണ് 40 പോയിന്റ് കിട്ടിയിട്ടുള്ള ട്രേഡ്. 40ൻ്റെ മുകളിൽ പോയിട്ടുള്ളതാണ്. മിനിമം പോയിന്റ് 40 ഞാൻ പറയണമെന്ന് മാത്രം. നമ്മുടെ നിഫ്റ്റി ഉണ്ടായിരുന്ന വേറെ ട്രേഡാണ് 22,150 CE. ഈ ട്രേഡിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി പിന്നെ അടുത്ത കാനലിൻ്റെ നമ്മുടെ അടിയിലേക്ക് ഇത്രയും അടിയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ലിമിറ്റിലിട്ടിരിക്കണവർക്ക് ഈ ട്രേഡ് ഈ ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL പോകും. അതിൽ ഇത്തിരി അടിയിൽ നിന്ന് എടുക്കാൻ തന്നെ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ. ഇവിടെ നിന്ന് എടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഇത്തിരി കൊണ്ട് അടിയിൽ നിന്നൊക്കെ എടുക്കണവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ട്രേഡ്, ഈ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ റീ എൻട്രി ആണ്, ഈ ക്യാനലാണ് വേണ്ടി ഈ റെഡ് ക്യാനലാണ് നമ്മൾ റീ എൻട്രി ക്യാനൽ. അത് വന്ന ശേഷം ലിമിറ്റിന് അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് എടുത്തവർക്കും നല്ല പ്രോഫിറ്റ് തന്നെയാണ്. 20 പോയിന്റ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്നു 48,200 CE ആണ് കേട്ടോ. അതൊരു 74 പോയിന്റ് മൂവ്മെൻറ്റാണ് കിട്ടിയേക്കണത്. ഒരു 50 പോയിൻ്റൊക്കെ ഈസിയായിട്ട് കിട്ടുന്ന ട്രേഡാണ്. 74 പോയിന്റ് മൂവ്മെൻ്റാണ് കിട്ടിയാണത്. അപ്പോൾ ഇത്രയും ട്രേഡുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ. SLകളുണ്ട്, ഞാൻ അടുത്തടുത്ത് പറയണമെന്നില്ല. SL തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ചെറിയ ചെറിയ പ്രോഫിറ്റുകളാണ്. റിക്കവറിത്ത് പോരാൻ പറ്റുന്നവർക്ക് പോരാൻ പറ്റും, അല്ലാത്തവർക്ക് മിക്കവാറും റെഡിൽ തന്നെയാകും ക്ലോസസ് ഉണ്ടാവില്ല കേട്ടോ. ടോട്ടൽ ഇന്നത്തെ ട്രേഡിങ്ങിന് സെറ്റപ്പ് ഇതൊക്കെയാണ് നടന്നേക്കണത്. എന്തൊക്കെയാണ് ട്രേഡ് നടന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നടന്നേക്കണത്. വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളും കാര്യമായിട്ടുള്ള പ്രോഫിറ്റുകളും ഒന്നുമില്ല. കിട്ടുകയാണെങ്കിൽ SL കിട്ടുള്ളൂ എന്ന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ല, ബിറ്റ്കോയിനൊക്കെ അത്യാവശ്യം താഴെയാണ് കേട്ടോ. 83, 78 ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ. ഇപ്പോഴും 83-ലാണ് നിൽക്കുന്നത്. ജസ്റ്റ് എൻ്റെ അപ്ഡേറ്റ് പറയണമെന്ന് മാത്രം കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം. 82,400 രൂപയൊക്കെ ബിറ്റ്കോയിൻ വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ മേടിച്ച് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബൈ ചെയ്തിടാൻ പറ്റുന്നൊരു ഏരിയ ആണ്. ബിറ്റ്കോയിനിലൊക്കെയും നമുക്കൊന്ന് ബൈ ചെയ്ത് തുടങ്ങാം എന്നുള്ള ലെവലിലാണ് ബിറ്റ്കോയിൻ നിൽക്കുന്നത്. പിന്നെ ബിറ്റ്കോയിനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് Pയും Cയും മേടിക്കാം, ഹോൾഡ് ചെയ്യാം. ഒരു ദിവസം ഹോൾഡ് ചെയ്യാം. ടോട്ടൽ ഒരു ദിവസം ഹോൾഡ് ചെയ്യണമെന്നല്ല. നിങ്ങളൊരു 3,000-4,000 പോയിന്റ് ബിറ്റ്കോയിൻ ഇടിക്കുന്ന സമയത്ത് മാത്രം Pനും Cനും പോയിട്ട് ഹോൾഡ് ചെയ്യുക. അതായത് നാളത്തെ എക്സ്പീരിയുടെ കിട്ടും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും നാളത്തെ എക്സ്പീരി വരുന്ന PEC ഏതാണ് ഓപ്ഷൻസ് ആണ് പറയണത് കേട്ടോ. അപ്പോൾ അതെടുക്കുക. ഒരു ബിറ്റ്കോയിൻ 3,000-4,000 പോയിന്റ് ഇടിയണ സമയത്തൊക്കെയും അല്ലെങ്കിൽ കയറുന്ന സമയത്തൊക്കെയും ഈ സ്ട്രാറ്റജി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ പ്രീമിയത്തിന് നമുക്ക് കിട്ടും, വലിയ പ്രോഫിറ്റിക്ക് പോവുകയും ചെയ്യും. മനസ്സിലായാലും നമ്മൾ ആദ്യം ചെയ്തിരുന്നു ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്യാറൊന്നുമില്ല. അത്യാവശ്യം കുറേ ഇൻഡെക്സുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യണോണ്ട് അത് ചെയ്യാറില്ല എന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അത്യാവശ്യം ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിടാൻ ഉദ്ദേശമുള്ളവർക്കാണെങ്കിൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ്. എത്തേറിയം അങ്ങനെയൊക്കെ തന്നെയാണ്. എത്തേറിയം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 2,000 വരെ എത്തിയിട്ടുണ്ട് എത്തേറിയം. ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം ബിറ്റ്കോയിനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ആകെ ഒരു മിനിറ്റിൻ്റെ കാര്യം കേട്ട് നിങ്ങൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഉള്ള പ്രോപ്പർ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാം. ഫോറക്സ് ട്രേഡ് ചെയ്യണവർക്ക്. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇതായിരുന്നു ഇന്നത്തെ. സെൻസസ് നമ്മളെല്ലാ ദിവസവും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സെൻസസിലൊക്കെ ട്രേഡൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിൽ ഞാൻ ഇടയ്ക്ക് ഇടാറൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടെലിഗ്രാമിൽ ജോയിൻ ആവാം. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. നമുക്കിപ്പോൾ ടോപ്പിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും നല്ല ട്രേഡ് ഉണ്ടെങ്കിലാണ് സംസാരിക്കാനുള്ളൂ.
അപ്പോൾ നല്ലത് ട്രേഡൊന്നും ഇല്ല, അപ്പോൾ വലിയ കാര്യമായിട്ട് വലിച്ചു നീട്ടാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നാളെ ബുധനാഴ്ചയാണ്, നല്ല ട്രേഡുകളൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. ഇന്നത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നാളെ നല്ല ട്രേഡുകളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഇന്നത്തെ കൺസൾട്ടേഷൻ നാളെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ കൊണ്ട് കാര്യമില്ലേ, മനസ്സിലായില്ലേ? ട്രേഡ് കിട്ടിയാലുള്ള കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ വെറുതെ ട്രേഡ് കൊടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ട്രേഡ് ഭയങ്കര കുറവ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലാണ് ട്രേഡിങ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.